ഹായ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് റൈബോസ് ആയിരുന്നു. ആ റൈബോസ് ഞാൻ നിങ്ങളെ ഒന്നും കൂടി കാണിക്കുകയാണ്. എന്താണ് റൈബോസിൻ്റെ മോളിക്കുലർ ഫോർമുല? C5H10O5. അതിൻ്റെ ഓപ്പൺ സ്ട്രക്ചറും അതിൻ്റെ കണക്ഷനും ഞാൻ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്തത് അതിൻ്റെ പയനോ സ്ട്രക്ചറും കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതിവിടെ കാണിക്കാം എന്നത് നിങ്ങൾക്ക് അടുത്ത ഒരു സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. നമ്മളിനി പഠിക്കാൻ പോകുന്നത് അടുത്തൊരു ഷുഗറാണ്. ആ ഷുഗറിൻ്റെ പേരാണ് ഡീഓക്സിറൈബോസ്. ഡീഓക്സിറൈബോസ്. ഈ ഷുഗർ എവിടെയാണ് കാണപ്പെടുന്നത്? ദ ഷുഗർ പ്രസന്റ് ഇൻ DNA. DNA കാണുന്ന ഷുഗറാണ് ഡീഓക്സിറൈബോസ്. അതുകൊണ്ടാണ് ഹെൻസ് ദ നെയിം DNA, ഡീഓക്സിറൈബോ ന്യൂക്ലിക് ആസിഡ്. സെയിം വൈസ് നമ്മളിത് വരയ്ക്കണമെങ്കിൽ അതിൻ്റെ കെമിക്കൽ നെയിം വരണം. ഡീഓക്സിറൈബോസിന്റെ കെമിക്കൽ നെയിമാണ് ആൾഡോ പെൻഡോസസ്. അപ്പൊ എന്താണ് ഈ ആൾഡോസ്? ആൾഡോ മീൻസ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഈസ് ആൽഡിഹൈഡ്. ഫംഗ്ഷൻ ഗ്രൂപ്പ് ഈസ് ആൽഡിഹൈഡ്. അപ്പൊ നമുക്കറിയാം ആൽഡിഹൈഡ് വരയ്ക്കാൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആൽഡിഹൈഡ്, C ഡബിൾ ബോണ്ടോ H. അപ്പൊ നമ്മൾ ഈ റൈബോസ് വരച്ച പോലെ തന്നെ ഡീഓക്സിറൈബോസ് വരയ്ക്കുമ്പോൾ അവിടെ എന്ത് വേണം? ഫംഗ്ഷൻ ഗ്രൂപ്പ് ആൽഡിഹൈഡ് വേണം. ഇനി സ്വാഭാവികമായി പെൻഡോസ്. എന്താ പെൻഡോസ്? 5 കാർബൺ. ഇനി നമുക്കിത് വരയ്ക്കണമെങ്കിൽ ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മതി, മോളിക്കുലർ ഫോർമുല. എന്താണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല? C5H10O4. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, കമ്പയർ ചെയ്യണമെങ്കിൽ റൈബോസിലും ഡീഓക്സിറൈബിലും വ്യത്യാസമുള്ളത് എവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ? അതിന്റെ മോളിക്കുലർ ഫോർമുലയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാം. ഈ ഓക്സിജൻ ഒരെണ്ണം കുറവാണ്, അത് ഏത് കാർബണിലാണ് എന്ന് ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഉടനെ എന്ത് ചെയ്യാം? റൈബോസ് പഠിച്ച കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് റൈബോസിനെ ഡീഓക്സിറൈബോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നു. ഇൻ ഡീഓക്സിറൈബോസ് സെക്കൻഡ് കാർബൺ lacks 1 molecule of oxygen. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ, അതിനർത്ഥം എന്താണ്? സെക്കൻഡ് കാർബണിൽ ഓക്സിജൻ കുറവാണ്, പകരം OH പകരം അവിടെ H മാത്രമാക്കിയാൽ നമുക്ക് ഈ റൈബോസിനെ നേരെ എവിടേക്ക് സ്വിച്ച് ചെയ്യാം? ഡീഓക്സിറൈബോസിലോട്ട് സ്വിച്ച് ചെയ്യാം. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ റൈബോസിന്റെ സ്ട്രക്ചർ അല്ലേ? ഈ റൈബോസിൽ സെക്കൻഡ് കാർബൺ, ഓക്കെ, OH O കളഞ്ഞ് നമ്മൾ എന്താക്കുന്നു? H ആക്കുന്നു. അപ്പൊ ഈ ഷുഗർ എന്തായി മാറി? ഡീഓക്സിറൈബോസ്. സെയിം വൈസ് ഈ സ്ട്രക്ചറിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ ഇതേപോലെ തന്നെ O മാറ്റി ഹൈഡ്രജൻ ആക്കുന്നു. അപ്പൊ ഇതെന്തായി മാറി? ഡീഓക്സൈഡ്. നമ്മുടെ ഈ സ്ട്രക്ചറിന്റെ പേരെന്താണ്? പൈരനോസ്. ഇതാണ് നമ്മുടെ NCERT പഠിക്കേണ്ട സ്ട്രക്ചർ. ഈ പൈരനോസ് സ്ട്രക്ചറിൽ എന്ത് ചെയ്യും? ഇതേപോലെ സെക്കൻഡ് കാർബണിൽ O മാറ്റി H ആക്കും. അപ്പൊ ഈ സ്ട്രക്ചർ എന്തായി മാറുന്നു? ആൽഫ ഡി റൈബോസ് എന്ന് പറയുന്നത് ആൽഫ ഡി ഡീഓക്സിറൈബോസ്. അപ്പൊ C5 ആണ്, H10 ആണ്, O4 ആണ്. സെക്കൻഡ് കാർബണിലാണ് ഓക്സിജന് കുറവുള്ളത്. അപ്പൊ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ രണ്ട് മോളിക്കുലർ ഫോർമുല വെച്ച് വളരെ എളുപ്പത്തിൽ റൈബോസിനെയും ഡീഓക്സിറൈബോസിനെയും നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.